ഹായ് എവരി വൺ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടറിൻ്റെ പാർട്സ്, ഇൻവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് കൺവേർട്സ് എ DC voltage or normally derived from a lead acid battery into a stepped up AC voltage which is similar to the domestic AC voltage. അപ്പോൾ എന്താണ് ഒരു ഇൻവേർട്ടർ? ഒരു ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് വിച്ച് കൺവേർട്സ് എ DC വോൾട്ടേജ്. ഒരു DC വോൾട്ടേജിനെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു DC വോൾട്ടേജ്. നമുക്കൊരു ബാറ്ററി വെച്ചിട്ടുണ്ടാകും, ആ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിക്കകത്തുനിന്ന് നമുക്ക് എന്താ പുറത്തേക്ക് നമുക്ക് DC വോൾട്ടേജസ് ആണ് കിട്ടുക. ഈ DC വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഒരു AC വോൾട്ടേജ് ആക്കിയിട്ട്, അതായത് നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന AC വോൾട്ടേജിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്ത AC വോൾട്ടേജ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നതാണ് ആര്? ഇൻവെർട്ടർ. അങ്ങനെ നമുക്ക് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന DC വോൾട്ടേജിനെ നോർമലി നമ്മുടെ ഡൊമസ്റ്റിക് AC വോൾട്ടേജിനെ സിമിലർ ആയിട്ടുള്ള ഒരു AC വോൾട്ടേജിനെ ആക്കി കൺവേർട്ട് ചെയ്ത് തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇത് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. Locating the fault and troubleshooting of an AC inverters or a troubleshooting of an inverters which provide sine wave outputs or the use of PWM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നോളജി ഈസ് വെരി ഡിഫിക്കൽട്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ഇൻവേർട്ടറിൻ്റെ സർക്യൂട്ട് ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ സ്ക്വയർ വേവ് എന്ന് മാറി അത് സൈൻ വേവ് ഒക്കെ ആയി വരുമ്പോൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ PWM ടെക്നിക്കും സൈൻ വേവ് ഔട്ട്പുട്ട്സും ഒക്കെ കിട്ടുന്ന ഇൻവേർട്ടറിനകത്ത് നമുക്ക് ഫോൾട്ട്, അതുപോലെ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ, അതുപോലെ അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ എന്തായിരിക്കും പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് സർക്യൂട്ട് ഒന്നുകൂടി കോംപ്ലക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഒരു സാധാരണഗതിയിലുള്ളൊരു ഇൻവേർട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ടൊരു ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് പറയുന്ന ഒന്നാണ് സ്വിച്ചിങ് സർക്യൂട്ട്. സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് നമ്മൾ 240 വോൾട്ട് AC പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്വിച്ചിങ് സർക്യൂട്ടിലേക്കാണ്. This circuit, the input stage of the inverter, and this circuit supplying the power to further stages and connected to the battery. അപ്പോൾ ഈ സ്വിച്ചിങ് സർക്യൂട്ടാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ഫർദർ സ്റ്റേജസിലേക്കൊക്കെ വേണ്ട പവർ സപ്ലൈ ചെയ്യുന്നതും ആരാണ്? ഈ സ്വിച്ചിങ് സർക്യൂട്ടുകളാണ് വേണ്ട പവർ സപ്ലൈ നൽകുന്നതും അതുപോലെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന പോർഷനും സ്വിച്ചിങ് സർക്യൂട്ടിനാണ്. The DC supply of battery in this supply to the switching circuit for various needs. ഇനി ബാറ്ററിയുടെ അകത്തുള്ള DC സപ്ലൈ, ബാറ്ററിയിൽ നിന്നും കിട്ടുന്ന DC സപ്ലൈനെ പല ആവശ്യങ്ങൾക്കായിട്ട് സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് തിരിച്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് കണക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓസിലേറ്റർ. ഓസിലേറ്റർ എവിടെയാണ് വരുന്നത്? ഈ പോർഷനാണ് ഓസിലേറ്റർ ആയിട്ട് വരുന്നത്. Generates the oscillating pulses either through an IC circuit or a transistorized circuit. ഈ ഓസിലേറ്ററിൽ നിന്നും ശരിക്കും ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പൾസസിനെ ഓസിലേഷൻസ് ഉള്ള ഒരു പൾസസിനെ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യലാണ് ഓസിലേറ്റർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. പൾസസിനെ ജനറേറ്റ് ചെയ്യാൻ, നെഗറ്റീവും പോസിറ്റീവും സ്പൈക്സ് വരുന്ന പൾസസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാറുള്ളത് ഒന്നുകിൽ IC സർക്യൂട്ടുകൾ, ഓസിലേറ്ററിൻ്റെ അകത്ത് IC സർക്യൂട്ടുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ട്രാൻസിസ്റ്ററൈസ്ഡ് സർക്യൂട്ടുകൾ, ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടാവും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്പൈക്കും നെഗറ്റീവ് സ്പൈക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. These oscillations are the productions of alternate pulses of positive and negative voltages. Peaks of a battery and at a specified frequency. Number of positive peaks per second. അതായത് ഓസിലേഷൻസ് എന്ന് പറയുമ്പം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് പീക്സുകളാണ് സാധാരണ ബാറ്ററിയിൽ നിന്നുണ്ടാകുന്ന DC വോൾട്ടേജിൽ നിന്നും ഇതുപോലത്തെ പീക്സിനെ ഡെവലപ്പ് ചെയ്യും. ബാറ്ററിയിലെ വോൾട്ടേജ് ആണെങ്കിൽ DC വോൾട്ടേജ് ആണ് നമുക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെ ഓസിലേറ്റർ സർക്യൂട്ടിലൂടെ കടന്ന് പുറത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് പൾസസ് ആണ് നമുക്ക് വരുന്നത്. വോൾട്ടേജ് പീക്കുകൾ ഉണ്ടാവും അറ്റ് സ്പെസിഫൈഡ് ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിലാണോ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അതാത് ഫ്രീക്വൻസിയിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുമ്പം എത്ര പോസിറ്റീവ്
പീക്സ് ഒരു സെക്കൻഡിനകത്ത് എത്ര പോസിറ്റീവ് പീക്സ് വരുന്നുണ്ട്, അതായത് ഒരു സെക്കൻഡിനകത്ത് എത്ര സൈക്കിൾ വരുന്നുണ്ട്, ഇതുപോലത്തെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എത്ര സൈക്കിളുകൾ ഒരു സെക്കൻഡിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. These are generally in the form of square waves and the inverters are called as square wave inverters. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ സാധാരണ സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഈ വരുന്നത് പോസിറ്റീവ് പൾസും നെഗറ്റീവ് പൾസും സ്ക്വയർ വേവ് ആയിട്ടാണ് വന്നിരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിന് സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയും. പക്ഷേ നൗ ഡേയ്സ് ഇപ്പം സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് കംപ്ലീറ്റ് സൈൻ വേവ് ആയി വന്നിട്ടുണ്ട്. സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഹോം അപ്ലയൻസസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫാനിനൊക്കെ ആണെങ്കിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ഒരു എക്സ്ട്രാ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഫാനിനൊക്കെ. അതൊക്കെ എക്യുപ്മെൻറ്റ്സിന് അത്ര നല്ലതല്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതെല്ലാം റീപ്ലേസ് ചെയ്ത് സൈൻ വേവ് ആയിട്ട് പുതിയ ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സൈൻ വേവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം അതിന് സൈൻ വേവ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയും. The oscillator region or oscillator section of the inverter used an IC circuit to produce control signal frequency to the control and driver section. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്, കൺട്രോൾ ആൻഡ് ഡ്രൈവർ സെക്ഷൻ ഉണ്ടാവും. അതിനകത്തേക്ക് കൺട്രോൾഡ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓസിലേറ്ററിനകത്തൊരു IC സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. IC സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് കൺട്രോൾ സിഗ്നൽ ഫ്രീക്വൻസി ടു ദ കൺട്രോൾ ആൻഡ് ഡ്രൈവർ സെക്ഷൻ. കൺട്രോൾ ആൻഡ് ഡ്രൈവർ സെക്ഷനിലേക്ക് കൊടുക്കണമെങ്കിൽ കൺട്രോൾ സിഗ്നൽ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നത് IC സർക്യൂട്ടാണ്. അത് നമ്മുടെ ഓസിലേറ്റർ സെക്ഷനകത്താണ് IC സർക്യൂട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ദ റിസീവ്ഡ് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ആംപ്ലിഫൈഡ് ടു എ ഹൈ കറണ്ട് ലെവൽ യൂസിങ് പവർ ട്രാൻസിസ്റ്റർ ഫോർ മോസ്ഫെറ്റ് ഓർ മോസ്ഫെറ്റ്. മോസ്ഫെറ്റ് അല്ലെങ്കിൽ പവർ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി, അവിടെ കിട്ടുന്ന ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി, നമ്മുടെ ഓസിലേറ്ററിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഓസിലേറ്റിംഗ് ഫ്രീക്വൻസീനെ ആംപ്ലിഫൈ ചെയ്ത് ഹൈ കറണ്ട് ലെവലാക്കിയിട്ട് ആംപ്ലിഫൈ ചെയ്യും. അങ്ങനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പവർ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മോസ്ഫെറ്റ്. ഇതിൽ പവർ ട്രാൻസ്ഫോമറിൽ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഫ്രീക്വൻസീനെ, സിഗ്നൽ ഫ്രീക്വൻസീനെ നമ്മൾ ലോ ലെവൽ സിഗ്നൽ ഫ്രീക്വൻസീനെ ഹൈ കറണ്ട് ലെവലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ടാവും, ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ്, പവർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ് ഉണ്ടാവും. അതുപോലെ മോസ്ഫെറ്റ്സ്, ഒന്നുകിൽ പവർ ട്രാൻസിസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ മോസ്ഫെറ്റ്സ് ആയിരിക്കും ആംപ്ലിഫയറിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ദെൻ IC 7473 JK flip-flop type ആണ് IC is used to power amplification and control the frequency to the driver's transistors. ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സിലേക്ക് കൊടുക്കുന്നുള്ള ഫ്രീക്വൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ പവർ ആംപ്ലിഫിക്കേഷനും വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്, IC 7473 ആണ്. അതായത് JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് ടൈപ്പാണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. T1 and T2 എന്ന് പറയുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സാണ്. ഇറ്റ്സ് ഡ്രൈവിംഗ് ദ പവർ ട്രാൻസിസ്റ്റർ ദ റിക്വയർഡ് ലെവൽ. റിക്വയർഡ് ലെവലിലേക്ക് പവർ ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഏതൊക്കെയാണ്, T1ഉം T2. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റാറ്റിക് 50 Hz സ്റ്റാറ്റിക് ഇൻവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. രണ്ട് IC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 7473 ICs ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും ട്രാൻസിസ്റ്റർ T1 ആൻഡ് T2, ട്രാൻസിസ്റ്റർ T1ഉം T2ഉമാണ് നമ്മുടെ പവർ ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. T1 ആൻഡ് T2 ഡ്രൈവിംഗ് ദി പവർ ട്രാൻസിസ്റ്റർ ദ റിക്വയർഡ് ലെവൽ. റിക്വയർഡ് ലെവലിൽ പവർ ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് T1 ആൻഡ് T2. T1 ആൻഡ് T2 ഇത് ഈ രണ്ടെണ്ണമാണ് T1 ആൻഡ് T2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ്. ഇനി ദ ടു പാരലൽ കണക്റ്റഡ് പവർ ട്രാൻസിസ്റ്റേഴ്സ് T5 T6 ആൻഡ് T7 T8. T7ഉം T5ഉം T6 ഏതാണ്, ഇത് രണ്ടും പാരലലി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പവർ ട്രാൻസിസ്റ്റേഴ്സ്. അതുപോലെ പാരലലി കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് പവർ ട്രാൻസിസ്റ്റേഴ്സാണ് T7ഉം T8ഉം. These are connected to the output transformer which is used to step up the low level AC from the amplifier stages into the specified level. അപ്പോൾ ഈ ആംപ്ലിഫയർ സ്റ്റേജിൽ നിന്നെല്ലാം വരുന്ന AC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് അപ്ലയൻസസിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവില്ല, അത്രയും ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സോ അത് ലോ ലെവൽ AC സിഗ്നൽസ് ആണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ഏത് വഴിയാണ്, ഈ രണ്ട് പവർ ട്രാൻസിസ്റ്ററിൽ നിന്നുമാണ് ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. The transformer secondary is supplied to the required level of AC 240 volt. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് വരുന്നത് നമുക്ക് റിക്വയർഡ് ലെവൽ ഓഫ് 240 വോൾട്ടിലുള്ള സപ്ലൈ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യും. The generation of the oscillations due to which the process of voltage induction is able to take place across the windings of the transformer. അപ്പം ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സിൽ വോൾട്ടേജ് ഇൻഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവുന്നതെല്ലാം ആ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്.
ഓസിലേറ്ററാണ് നമ്മുടെ ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഇൻവെർട്ടർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി പവർ ആൻഡ് ദ പവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡി സി സോഴ്സ്. ഇവിടെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ അകത്ത് ആകെ കൺവേർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ബാറ്ററിയിൽ നിന്ന് തരുന്ന ഡി സി സപ്ലൈനെ കൺവേർട്ട് ചെയ്ത് എ സി ആക്കി അതിനെ പ്രോപ്പർ ലെവലിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇവിടെ എന്തില്ല, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻവേർട്ടറിനകത്ത് പവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻവേർട്ടറിനകത്ത് പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻവേർട്ടറിനകത്തേക്ക് പവർ കിട്ടുന്നത് ആകെ ഒരു ഡി സി സോഴ്സ് വഴിയാണ്. ഡി സി സോഴ്സിൽ മാത്രമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് ഡി സി സോഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ആ ഇൻവേർട്ടറിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. അപ്പം ഇൻവേർട്ടർ റിക്വയർസ് എ റിലേറ്റീവ്ലി stable power source capable of supplying of enough current for the intended power demands of the system. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻവേർട്ടറിനകത്തേക്ക് അല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ലോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ലോഡിൻ്റെയും പവർ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പവർ സോഴ്സ്, അത്രയും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലയബിളി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവർ സോഴ്സ് ആർക്ക് വേണം? ഇൻവേർട്ടറിന് വേണം. എന്നാൽ മാത്രമേ ഇൻവേർട്ടറിന് ഈ ലോഡിനെ എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള അത്രയും ലോഡിനനുസരിച്ചിട്ടുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ സോഴ്സായിട്ട് ഇൻവേർട്ടറിനകത്തേക്ക് കണക്ട് ചെയ്യാൻ. ആൻ ഇൻവേർട്ടർ ക്യാൻ പ്രൊഡ്യൂസ് square wave, modified sine wave and pulsed sine wave, pulse width modulated wave or sine wave depending upon the circuit design. സർക്യൂട്ടിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് ഉണ്ടാവാം, മോഡിഫൈഡ് സൈൻ വേവ് ഉണ്ടാവാം ഔട്ട്പുട്ടിൽ, അതുപോലെ പൾസ്ഡ് സൈൻ വേവ് ഉണ്ടാവാം, പൾസ് വിത്ത് മോഡുലേറ്റഡ് വേവ് ഉണ്ടാവാം, ദെൻ സൈൻ വേവ് തന്നെ ഉണ്ടാവാം. അതൊക്കെ സർക്യൂട്ടിൻ്റെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും ടൈപ്സ് ഓഫ് ഇൻവേർട്ടേഴ്സ് വരാറുള്ളത്. ദ ഇൻവേർട്ടേഴ്സ് മോർ ദാൻ 3 സ്റ്റേജസ് ആർ മോർ കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ്. അതായത് ഇൻവേർട്ടേഴ്സിനകത്ത് തന്നെ 3 സ്റ്റേജിൽ കൂടുതലൊക്കെ വരുവാണ് അതിൻ്റെ സർക്യൂട്ട് ഡിസൈനിങ് എന്നുണ്ടെങ്കിൽ പൊതുവേ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, എക്സ്പെൻസീവും ആവും. കാരണം സ്റ്റേജസ് കൂടുന്നതിനനുസരിച്ചും അത് കോംപ്ലക്സ് ആവുന്നതിനനുസരിച്ച് ഇൻവേർട്ടറിൽ നിന്നും അത്യാവശ്യം നല്ല പ്യുവർ സൈൻ വേവ് ആയിരിക്കും പുറത്ത് വരിക. സോ നമ്മുടെ സപ്ലൈ മെയിൻസിൽ നിന്നും വരുന്ന സപ്ലൈയും എ സി സപ്ലൈയും അതുപോലെ നമ്മൾ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന എ സി സപ്ലൈയും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ഇൻവേർട്ടേഴ്സ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക് ഡിവൈസസ് ആർ വർക്കിംഗ് വിത്ത് പ്യുവർ സൈൻ വേവ്. അധികം നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ കണക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഇലക്ട്രിക് ഡിവൈസും പ്യുവർ സൈൻ വേവിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ്. സോ അതിലേക്ക് നമ്മൾ ഈ സ്ക്വയർ വേവ് വെച്ച് ഉപയോഗിക്കുന്ന സപ്ലൈ കൊടുത്ത് ഇൻവേർട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ആവില്ല അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ദെൻ എ സി മോട്ടേഴ്സ് ഡയറക്ട്ലി ഓപ്പറേറ്റഡ് ഓൺ non-sinusoidal power may produce extra heat and have different speed torque characteristics. ഇപ്പോൾ നമ്മൾ non-sinusoidal ആയിട്ടുള്ള പവറിൽ ഡയറക്റ്റ് നമ്മുടെ എ സി മോട്ടോഴ്സിനൊക്കെ അതൊക്കെ സൈൻ വേവ് പ്യുവർ സൈൻ വേവിലേക്ക് ഡിസൈൻ ചെയ്ത് വെച്ചതാണ് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന എ സി മോട്ടോഴ്സ്. അപ്പോൾ അതിനെ non-sinusoidal പവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്, ഡയറക്റ്റ്ലി കണക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മോട്ടറിൻ്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഡിഫറെൻ്റ് ആയി പോകും.